ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാ കറികളിലും നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഗരം മസാല, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഈ കാണുന്നത്. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ജാതിയുടെ സീഡാണ്. ജാതിയുടെ സീഡ് നമ്മളെ കയ്യിലുണ്ടായിരുന്നു, തൊലിയോടെ ആയിരുന്നു. അതുകൊണ്ട് തൊലി ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. തൊലി ഇല്ലാത്തതും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ തൊലി ഇല്ലാത്തതാണ് ഒന്നും ചെയ്യേണ്ട, നമ്മളിങ്ങനെ ജസ്റ്റ് ഇതൊന്ന് പൊടിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് നമ്മളതാണ് കാണിച്ചത്, തൊലി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന എത്രയാണോ അത്ര നമ്മളെ കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര എടുക്കണം നിർബന്ധമാണ്, എന്നാലേ നമുക്ക് അത്യാവശ്യം പൊടി ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ 6 ജാതിയുടെ പുറന്തൊലിയായ ജാതിപത്രി എന്നാണ് അതിന് പറയുക. പുറന്തൊലിൻ്റെ മുകളിലൊരു ഫ്ലവർ പോലത്തെ ആയിട്ടുള്ള റെഡ് കളർ അതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 തക്കോല എടുത്തിട്ടുണ്ട്. തക്കോല എന്ന് പറഞ്ഞാൽ ഫ്ലേവർ പോലുള്ള ഐറ്റമാണ്. പിന്നെ നമ്മളൊരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, നമ്മൾ ഗ്രാമ്പു അളന്ന് ഏലക്ക അളന്ന് അതേ സ്പൂണാണ് എടുക്കേണ്ടത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സാജീരകം എന്ന് പറയും, അത് ബിരിയാണിക്കൊക്കെ മാത്രമായിട്ട് ഗരം മസാല ഉണ്ടാക്കാൻ മാത്രമേ ഉപയോഗിക്കുന്നതാണ്. അതില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമില്ല, നിങ്ങളുടെ വീട്ടിൽ ചെറിയ ജീരകം ഉണ്ടാവില്ല, അത് ഒരു 1/4 ടീസ്പൂൺ എടുത്താൽ മതി. ഇതെല്ലാം കൂടി നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ്. വറുത്തെടുക്കുന്നതിന് മുന്നേ ജാതി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഇഞ്ചി കല്ലുകൊണ്ട് നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അത് ഫസ്റ്റ് ഒന്ന് വറുക്കുക. പിന്നെ നമ്മൾ ഓരോന്ന് ബാക്കിയെല്ലാം കൂടി ആഡ് ചെയ്ത് വറുക്കുക. ലാസ്റ്റ് മാത്രമേ നമ്മൾ 2 ജീരകവും അതിലേക്ക് ആഡ് ചെയ്ത് വറുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഫൈൻ പൊടിയാക്കി എടുക്കുക. ഇത് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കറികളിലൊക്കെ 1/4 ടീസ്പൂൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം അത്രയും നല്ല സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവും ഈ ഒരു പൊടിക്ക്. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആണ് ഈ ഒരു അളവ്. ഇതിൽ കൂടാനും കുറയാനും പാടില്ല ഐറ്റംസൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് ചിക്കൻ കറിയിലാണെങ്കിലും ബീഫ് കറിയിലാണെങ്കിലും അതുപോലെ ചിക്കൻ പൊരിക്കുന്നതിലും ഫിഷ് പൊരിക്കുന്നതിലൊക്കെ ആഡ് ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.